മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ആക്ടിവിറ്റി കാർഡാണ്. അപ്പോൾ കെമിസ്ട്രിയിലെ ചാപ്റ്ററിലെ ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിച്ചിട്ട് ഓരോന്നിനും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? യു നോ ദാറ്റ് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾ. The arrangement of this particle is not the same in all state. Observe the given figure. അതായത് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നമുക്കറിയാം മാറ്റർ എന്ന് പറയുന്നത് മൈന്യൂട്ട് പാർട്ടിക്കിളിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ എന്നെല്ലാം പറയുന്നത് സെയിം സ്റ്റേറ്റിലല്ല ഉള്ളത്. അപ്പോൾ 3 സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടുള്ളത്, സോളിഡ് സ്റ്റേറ്റിലാണ്. ഇപ്പോൾ ഇത് ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ സമയവും വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ഓരോന്നിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ദിസ് പാർട്ടിക്കിൾ റിമെയിൻ ഫോർ എ പാർട്ട്. ഈ പാർട്ടിക്കിൾസ് എല്ലാം പല ഭാഗത്തേക്ക് നിൽക്കുന്നത് ഏതിലാണ്? ഗ്യാസ് സ്റ്റേറ്റിലാണുള്ളത്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ചേഞ്ചിങ് ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ദിസ് ചേഞ്ച് ഇൻ ദ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ്. അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ, ഓരോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ അറേഞ്ച്മെൻറ്റ് ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിൽ സോളിഡ് സ്റ്റേറ്റിൽ എന്താണ്? സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുന്ന സമയത്ത് ഇൻക്രീസ് ആവുകയും ചെയ്യും, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകുന്ന സമയത്തും ഇൻക്രീസ് ആവും. എനർജി നോക്കുകയാണെങ്കിൽ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുന്ന സമയത്ത് ഇൻക്രീസ് ആവും, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകുന്ന സമയത്തും ഇൻക്രീസ് ആവും. അട്രാക്ഷൻ, പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ കുറയും, അതുപോലെ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോഴും കുറയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ആ അറേഞ്ച്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോളിഡ് സ്റ്റേറ്റിലെ എല്ലാ പാർട്ടിക്കിൾസും അടുത്തടുത്താണുള്ളത്. അത് ലിക്വിഡിലാകുമ്പോൾ കുറച്ച് ദൂരെ പോകും, ഗ്യാസസിലാകുമ്പോൾ കൂടുതൽ ദൂരെ പോകും. അപ്പോൾ അവിടെ എന്താണ്? അട്രാക്ഷൻ കുറയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്യുവർ സബ്സ്റ്റൻസ് എന്നും അതുപോലെ മിക്സ്ചർ എന്നും. ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എന്നാൽ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ആണെന്നുള്ളത് നമുക്കറിയാം. സിമിലർലി സാൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൽ സോൾട്ടും വാട്ടറും ഉണ്ട്. അപ്പോൾ വേരിയസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സ്ചേഴ്സിലെ കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്യാനാണ് നിങ്ങളോട് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആദ്യം തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് മിക്സ്ചറിൽ കോമ്പൗണ്ടൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് മിക്സ്ചറിലെ കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്താണ് ഡിസ്റ്റിലേഷൻ എന്നൊക്കെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ആക്ടിവിറ്റി കാർഡ് ആകുമ്പോൾ ഫാസ്റ്റായിട്ട് ഓരോന്നും നമുക്ക് പറഞ്ഞു പോവാം. ഐഡൻറ്റിഫൈ ദ കോമ്പോണൻറ്റ് വിച്ച് അണ്ടർഗോ ഇവോപ്രേഷനിൽ പോകുന്ന കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് റിമെയിൻസ് ഇൻ ദ ഫ്ലാസ്കിൽ റിമെയിൻ ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സാൾട്ടാണ്. വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ വേപ്പർ വെൻ ഇറ്റ് പാസ് ത്രൂ ദ കണ്ടൻസറിലുള്ള വാട്ടർ വേപ്പറിന് എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ വേപ്പർ ലിക്വിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കണ്ടൻസറിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത്. ഇവിടെ അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ: വാട്ട് നെയിം ഈസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ടേക്കിംഗ് പ്ലേസ് ഹിയർ നോട്ട്. അതായത് കണ്ടൻസറിൽ എന്താണ്? വാട്ടർ വേപ്പർ പോയിട്ട് ലിക്വിഡായിട്ട് മാറുന്നുണ്ട്. അത് കണ്ടൻസേഷൻ എന്നാണ് ആ ഒരു പ്രോസസ്സിനെ പറയുക. ആക്ടിവിറ്റി 3 ക്രോമാറ്റോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രോമാറ്റോഗ്രഫിയിൽ പുട്ട് ബ്ലാക്ക് സ്പോട്ട് യൂസിങ് സ്കെച്ച് പെൻ ഓൺ വൺ എൻഡ് ഓഫ് ദ ഫിൽട്ടർ പേപ്പറിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അത് ഡ്രിപ്പിൻ വാട്ടർ ഇൻ ദ ബീക്കറിലുള്ള വാട്ടറിൽ ഡ്രിപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കുന്നത്? ഈ ഒരു കളർ സ്പ്രെഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ദ സ്പോട്ട് ഓഫ് ദ ഇങ്കിൻ്റെ ആ സ്പോട്ടിന് എന്ത് ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്? ഇങ്ക് ഡിസോൾവ് ആയിട്ടുണ്ട് പേപ്പറിൽ എലോങ് ആയിട്ട് മൊത്തത്തിൽ ഡിസോൾവ് ആവും. അത്
ദ ഇങ്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കളറായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദ ഡിഫറെൻറ്റ് കളേഴ്സ് ഫോണ്ട് ഇൻ ദ ഫിൽറ്റർ പേപ്പർ. അതായത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷനെ പറയുന്നതാണ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പേപ്പർ, അതായത് ആ ഒരു പേപ്പറിൽ ഡിഫറെൻറ്റ് കളേഴ്സ് സ്പ്രെഡായിട്ടുള്ള ആ പേപ്പറില്ല, അത് നിങ്ങളിവിടെ ഒട്ടിച്ച് വെക്കുക. സെക്കൻഡ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസിനെ പറ്റി നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ ആണ്. എർത്ത് എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസ് കൊണ്ട് റിച്ച് ആണ്. അതിൽ എലമെൻറ്റ്സും കോമ്പൗണ്ട്സും ഉണ്ട്. കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിനെ എലമെൻറ്റ്സും കോമ്പൗണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സബ്സ്റ്റൻസുകളാണ് ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഷുഗർ, സോഡിയം ക്ലോറൈഡ്. ഇതൊക്കെ ഇതിലുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്, അതായത് പ്യൂറസ്റ്റ് ഫോം ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ഇതൊക്കെ എലമെൻ്റ് ആണ്. സോഡിയം ക്ലോറൈഡ്, ഷുഗർ, വാട്ടർ ഇതൊക്കെ കോമ്പൗണ്ടാണ്. ഒന്നിൽ കൂടുതൽ ആറ്റംസ് ചേർന്നതാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടേബിൾ മോർ സബ്സ്റ്റൻസ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മോർ സബ്സ്റ്റൻസ് വെച്ചിട്ട് എലമെൻറ്റ്സിനെയും കോമ്പൗണ്ട്സിനും കൂടുതൽ എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എലമെൻറ്റിനും കോമ്പൗണ്ടിനും. നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എലമെൻറ്റ്സിനും കോമ്പൗണ്ടിനും എഴുതുക. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് നൈട്രജൻ ആണ്, എലമെൻറ്റിന്, കോമ്പൗണ്ടിന് ഗ്ലൂക്കോസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഷുഗറിനെ ഒരു സ്പൂണിലെടുത്ത് ഹീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നടക്കുന്നത് സംഭവം എന്താണ്? ആ ഒരു ഷുഗർ ബ്ലാക്ക് കളറായിട്ട് മാറുന്നതാണ്. ഈ ബ്ലാക്ക് കളറുള്ള ആ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ കാർബൺ ആണ്. ആ കാർബൺ ആണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ആകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പൂണിൻ്റെ സൈഡിൽ ഷുഗർ വാട്ടർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വാട്ട് ആർ ദ സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ഷുഗർ ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? കാർബണും ഹൈഡ്രജനാണ്. വിച്ച് അമംഗ് ദിസ് സബ്സ്റ്റൻസ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് അഗെയിൻ. ഇതിൽ ഏത് സബ്സ്റ്റൻസ് ആണ് നമുക്ക് പിന്നെയും ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നത്? വാട്ടർ നമുക്ക് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. ഇത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുക. ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലൂടെ നമുക്ക് വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡീകമ്പോസ് ചെയ്ത് കിട്ടുന്ന സബ്സ്റ്റൻസാണ് ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത്. നമുക്ക് ഈ സബ്സ്റ്റൻസിന് പിന്നെയും നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് നമുക്ക് പറ്റുന്നതല്ല. പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ്ഡ് ത്രൂ കെമിക്കൽ പ്രോസസ്സിലൂടെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത പ്യുവർ സബ്സ്റ്റൻസിനെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ സിംബൽസ് ഓഫ് ഫെമിലിയർ എലമെൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഹെൽപ്പോടുകൂടി എലമെൻറ്റ്സും അതിൻ്റെ സിംബൽസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് H ആണ്, ഓക്സിജൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് O ആണ്. ഇവിടെ നമുക്ക് കുറച്ച് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. ആ മോളിക്യൂൾസിൽ നിന്ന് മോണോഅറ്റോമിക് ഏതാണ്, ഡയാറ്റോമിക് ഏതാണ്, പോളി ആറ്റോമിക് ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മോണോഅറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ഉള്ളത് ഇവിടെ നിയോണും ആർഗനാണ് ഉള്ളത്. ഡയാറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഓക്സിജനും ഹൈഡ്രജനുമാണ് ഒന്നിൽ കൂടുതൽ ആറ്റം ഉള്ളത്. പോളി ആറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? 2ൽ കൂടുതൽ ആറ്റംസ് ഉള്ള ഇതിനെയാണ് പോളി ആറ്റോമിക് എന്ന് പറയുന്നത്. അത് നമ്മൾ സൾഫറും ഫോസ്ഫറസും ആണ് പോളി ആറ്റോമിക് ആയിട്ടുള്ളത്. മോളിക്യൂളിൽ മോർ ദാൻ ആറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ എന്താണ് വിളിക്കുക? പോളി ആറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് പറയുക. ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ സബ്സ്റ്റൻസ് ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഓക്സിജൻ O2 എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റൻസിൽ എത്ര മോളിക്യൂളാണുള്ളത്? ഒരു മോളിക്യൂളാണുള്ളത്. നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇവിടെ? അതായത് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് 1 ആയത്. അതായത് O+O ആണ് O2 വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഓക്സിജൻ്റെ 2 ആറ്റംസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു 2 ആറ്റമാണ് ഓക്സിജൻ്റെ ഉള്ളത്, ഒരു മോളിക്യൂളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണ്? 5Cl2, അതായത് 5 ക്ലോറിൻ ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു സൈഡിൽ 5 ആണുള്ളത്. അപ്പോൾ ഇത് നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 5. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 5 × 2 10. പിന്നെ എന്താണ്? ഫോസ്ഫറസിൽ ഇവിടെ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾ 1 ആണുള്ളത്, അതിവിടെ എഴുതി. പിന്നെ നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 2NH3 എന്ന് പറയുമ്പോൾ 2 മോളിക്യൂൾസ്. പിന്നെ എന്താണ്? ഇവിടെ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2 നൈട്രജൻ ആറ്റവും 6
ഓക്സിജൻ ആറ്റം ഉള്ളത്. ടോട്ടൽ 8 ആണ് വരുന്നത്. 5H2O എന്ന് പറയുമ്പം 5 മോളിക്യൂളും അതുപോലെ 15 ആറ്റംസാണ് വരുന്നത്. അതായത് ഹൈഡ്രജൻ 10ഉം ഓക്സിജൻ 5ഉം അങ്ങനെ ടോട്ടൽ 15 വരുന്നു. 3NaCl എന്ന് പറയുമ്പം 3 മോളിക്യൂൾസും അതുപോലെ 6 ആറ്റംസുമാണ് വരുന്നത്. 6 എങ്ങനെയാണ് വരുന്നത്? അതായത് ഇവിടെ 3 Na ഉള്ളത്, അത് 3 ക്ലോറിനും ഉള്ളത്, ടോട്ടൽ 6 വരുന്നു. പിന്നെ 2 CO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോളിക്യൂൾസും അതുപോലെ 6 ആറ്റംസാണ് ഉള്ളത്. ആക്ടിവിറ്റി 3ൽ നിങ്ങൾക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. മാഗ്നീഷ്യം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ. ഇവിടെ റിയാക്റ്റൻസ് ഏതാ, പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലും ഉണ്ടാവുക. ഇവിടെയുള്ള റിയാക്റ്റൻസ് എന്ന് പറയുന്നത് മാഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. നമുക്ക് കിട്ടുന്നത് മാഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനുമാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ റിയാക്റ്റൻസും പ്രൊഡക്റ്റിൻ്റെയും നമ്പറാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആക്ടിവിറ്റി തന്ന ക്വസ്റ്റ്യന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. മാഗ്നീഷ്യത്തിൽ ഒരു റിയാക്റ്റൻ്റാണ് ഉള്ളത്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിലും മാഗ്നീഷ്യം ഒന്നാണുള്ളത്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 റിയാക്റ്റൻ്റാണ് ഉള്ളത്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിലും 2 ആണുള്ളത്. ക്ലോറിൻ എടുത്ത് നോക്കിയാലും 2 റിയാക്റ്റൻറ്റും 2 പ്രൊഡക്റ്റുമാണുള്ളത്. കൺസിഡർ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ്, റിയാക്റ്റൻറ്റ് സൈഡ് ആൻഡ് പ്രൊഡക്റ്റ് സൈഡ് ആർ ദേ സെയിം. ആ പ്രൊഡക്റ്റ് സൈഡിലും റിയാക്റ്റൻറ്റ് സൈഡിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഏതാണ് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യത്തേതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. എന്താണ് കാരണം? ഇവിടെ റിയാക്റ്റൻറ്റ് സൈഡിലും അതുപോലെ പ്രൊഡക്റ്റ് സൈഡിലും ഈക്വൽ നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ആണുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഇക്വേഷനാന്ന് പറയുന്നത്. ഇത് എന്താണ്? നമ്പർ ഓഫ് പ്രൊഡക്റ്റും റിയാക്റ്റൻസും സെയിം അല്ല, അതുകൊണ്ട് ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. തന്നെ കേസിൽ ഹൈഡ്രജനും ഓക്സിജനാണ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള റിയാക്റ്റൻസും പ്രൊഡക്റ്റിൻ്റെയും നമ്പർ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ എടുത്ത് നോക്കിയാൽ റിയാക്റ്റൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും 2 ആണ് വരുന്നത്. അതുപോലെ ഈ ഓക്സിജൻ എടുത്ത് നോക്കിയാൽ റിയാക്റ്റൻ്റത് 2ഉം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് റിയാക്റ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും 2 തന്നെയാണ് വരുന്നത്. ഓക്സിജൻ ആറ്റം എടുത്ത് നോക്കിയാൽ റിയാക്റ്റൻറ്റ് സൈഡിൽ 2ഉം പ്രൊഡക്റ്റ് സൈഡിൽ 3 ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഇക്വേഷന് കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ 2 ഇട്ട് കൊടുത്താൽ മതി, ഇവിടെയും 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എന്നുള്ളതൊക്കെ 9th സ്റ്റാൻഡേർഡിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. യൂണിറ്റ് 3യിലുള്ള ആക്ടിവിറ്റിയെ പറ്റി നോക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ചസിനെ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ടെമ്പററി ചേഞ്ചസ് ആണ്. കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് പെർമനൻറ്റ് ചേഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ന്യൂ സബ്സ്റ്റൻസ് ഒന്നും ഈ ഒരു ഫിസിക്കൽ ചേഞ്ചിൽ ഉണ്ടാവില്ല. കെമിക്കൽ ചേഞ്ചിൽ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. certain ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഈ ചേഞ്ചസ് നിന്ന് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും മാറ്റിയെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫിസിക്കൽ ചേഞ്ചസ് വരുന്നത് വുഡ് കട്ട് ചെയ്തിട്ട് സ്മോൾ പീസസ് ആക്കി മാറ്റുന്നത് ഫിസിക്കൽ ചേഞ്ചസും, അതുപോലെ പാക്സ് മെൽട്ട് ആവുന്നതും വാട്ടർ ടേൺ ചെയ്തിട്ട് വാട്ടർ വേപ്പർ ആവുന്നതും ഫിസിക്കൽ ചേഞ്ചാണ്. ഫയർവുഡ് ബേൺ ആവുന്നതും അതുപോലെ സ്പാർക്ക്ലെസ് എമിറ്റ് ലൈറ്റും ഇതൊക്കെ എന്താണ്? കെമിക്കൽ ചേഞ്ചുമാണ് വരുന്നത്. ഈ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ഡിസ്ചാർജ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ ആയിട്ടുള്ളതാണ്. ന്യൂ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നില്ല വാക്സ് മെൽട്ടാകുന്ന സമയത്ത്, അത് ട്രൂ ആണ്. വെൻ ദ വാട്ടർ ടേൺഡ് ടു വേപ്പർ ഓൺലി അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് വിത്തിൻ ചേഞ്ചസ്, അത് കറക്റ്റ് ആയതാണ്. അപ്പോൾ ന്യൂ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നില്ല വെൻ സ്പാർക്ക്ലെസ് ലൈറ്റ് എമിറ്റ്, അതെന്താണ്? ഫാൾസ് ആണ്. അതായത് ഇതെന്താണ്? കെമിക്കൽ ചേഞ്ച് അല്ല. കെമിക്കൽ ചേഞ്ച് ആകുന്ന സമയത്ത് ന്യൂ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി 2ൽ എന്താണ്? കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്തിട്ട് തെർമോ കെമിക്കൽ റിയാക്ഷനും ഫോട്ടോ കെമിക്കൽ റിയാക്ഷനും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സ്മോൾ പീസ് ഓഫ് മാഗ്നീഷ്യം എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക, അതിൽ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തൊഴിക്കുക. അപ്പോൾ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും അപ്പം ബബിൾസ് റേസ് അപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഗ്യാസാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഹൈഡ്രജനും
മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ കണ്ടിട്ടില്ലേ? അപ്പം അവിടെ ഫോം ചെയ്യുന്നതാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ട് ഗ്യാസ്. ബോട്ടം ഓഫ് ടെസ്റ്റ് ട്യൂബ് ഇഫ് ഇറ്റ് ടു ബി ഹോട്ട്, അതായത് നമ്മൾ ടെസ്റ്റ് ട്യൂബ് തൊട്ട് നോക്കിയാൽ അത് വളരെ ഹോട്ടായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാഗ്നീഷ്യം ഡൈല്യൂട്ട് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടം സൈഡിൽ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡൂസ് ദിസ് ബിലോങ്സ് ടു? ഇത് ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനാണ്? തെർമോ കെമിക്കൽ റിയാക്ഷനാണ്. ഇപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷന് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജനാണ് വരിക. ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്: തെർമോ കെമിക്കൽ, ഫോട്ടോ കെമിക്കൽ, ഇലക്ട്രോ കെമിക്കൽ. അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യാൻഡിൽ ബേൺ ആകുന്നതും പൊട്ടാസ്യം പെർമനേറ്റ് ഹീറ്റ് ആകുമ്പോൾ ഒക്കെ ഉള്ളത് തെർമോ കെമിക്കൽ റിയാക്ഷനാണ്. ഇപ്പം ഗ്ലോ എ ഫയർഫ്ലൈൻ്റെ ഗ്ലോവും അതുപോലെ ഫോട്ടോസിന്തസിക്കെല്ലാം ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. ഇലക്ട്രോൺ പ്ലേറ്റിംഗ് ഓഫ് ഗോൾഡ് ഓൺ കോപ്പർ ബാങ്കിളും അതുപോലെ കെമിക്കൽ റിയാക്ഷൻസൊക്കെ സെൽസിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നതൊക്കെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്. സെൽസ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ദ സോഴ്സ് ഓഫ് എനർജിയുടെ സോഴ്സായിട്ടാണ് സെൽസിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു സെൽസിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് സെൽസും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സും ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ് യൂസ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ സെൽസ് എന്ന് പറയുന്നത് റേഡിയോയിലും, മെർക്കുറി സെൽസ് എന്ന് പറയുന്ന കാൽക്കുലേറ്ററിലും, നിക്കൽ കാഡ്മിയം സെൽസ് എന്ന് പറയുന്ന റീചാർജബിൾ ടോർച്ചിലും, ലിഥിയം അയൺ സെൽസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അത് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ടേബിളിലാക്കി എഴുതിയെടുക്കുക. അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു യൂസ്ഡ് ആയിട്ടുള്ള സെൽസ് സറൗണ്ടിങ്സിൽ ത്രോ ചെയ്യുന്നത് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാവുമോ ആ ഒരു കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെൽസ് സറൗണ്ടിങ്സിൽ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എൻവിറോൺമെൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവുകയും സെൽസ് എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ ആണ്, അത് സോയിലിനെയും വാട്ടറിനെയും എഫക്റ്റ് ചെയ്യും. ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിലുള്ളതാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ പേരെന്താണ്? ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ എന്ത് എനർജിയാണ് ഉണ്ടാകുന്നത്? ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ സെൽസിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു രണ്ട് തമ്മിലുള്ളത്. വിച്ച് ഈസ് ദ സ്യൂട്ടബിൾ സൊല്യൂഷൻ യൂസ്ഡ് ഫോർ കോപ്പർ ഓൺ അയൺ ബാങ്കിൾ ഇൻസ്റ്റെൻറ്റ് ഓഫ് സിൽവർ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസ് യൂസ് ചെയ്താൽ മതി.